ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് പോകണമെന്നില്ലേ. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞതും 40 ദിവസത്തെ ഫംഗ്ഷന് പോയതും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡെലിവറിയും റെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് ഇന്ന് വിളിക്കാനായിട്ട് പോകാൻ കേട്ടോ. ഞങ്ങൾ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ താമസിച്ചതുകൊണ്ട് ഉപ്പച്ചി ഉമ്മച്ചി നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നു. അവർ യാത്രയായി നിൽക്കാൻ കേട്ടോ. നോയമ്പായതുകൊണ്ട് തന്നെ വേഗം നമുക്ക് വീട്ടിൽ ചെന്നിട്ടും കുറേ പണികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അധികം നേരം നമ്മളിവിടെ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ മോളും ഇതുപോലെ യാത്രയായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോകാനായിട്ട് തയ്യാറെടുക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം കുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ. വെക്കേഷൻ കഴിഞ്ഞിട്ട് സമയമാകുമ്പോൾ അവരെ കൊണ്ടുവരുന്നത് നോക്കി എൻ്റെ കുട്ടികളായാലും നോക്കിയിരിക്കാൻ കേട്ടോ. അങ്ങനെ മോള് റെഡിയായി ഇറങ്ങി, കൊച്ചും അവളും ഇറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും അതിനുപരി ഇവിടുന്ന് പോകുമ്പോൾ അവർക്കും ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. ഇത്ര ദിവസം കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഇവിടുന്ന് പോകുമ്പോൾ അവർക്കും ഉണ്ടാവില്ല ഒരു വിഷമം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷത്തിന് എപ്പോഴും ഒരു പിന്നിലൊരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞ പോലെ അവർക്കെല്ലാവർക്കും നല്ല വിഷമമായിരുന്നു കേട്ടോ. എന്നാലും നല്ലതിന് വേണ്ടിയുള്ള ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വിഷമമൊക്കെ നമ്മൾ മറന്നു പോയില്ലേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അവിടെ ഇവിടെ മാറി നിൽക്കുന്ന വാപ്പിച്ചിയെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇത് വാപ്പിച്ചിയുടെ ഉമ്മ കേട്ടോ. ഉമ്മായാണ് കൂട്ടിരിക്കുന്നതും കുട്ടി ഉറങ്ങുമ്പോൾ അടുത്തിരിക്കുന്നതൊക്കെ ഉമ്മയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. വാപ്പിച്ചിക്കായാലും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാറി മാറി നിൽക്കുമായിരുന്നു കേട്ടോ വാപ്പിച്ചി. അങ്ങനെ ഞങ്ങൾ പോന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട് കേട്ടോ, ചില സ്ഥലത്തൊക്കെ മരുമകളായിട്ടുള്ള വഴക്കിന് മോനുമായിട്ട് പ്രശ്നമായിട്ടും കുട്ടികളെ പോലും ഇത് സംസാരിക്കാതെയും ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ കണ്ടുമുട്ടാതെയൊക്കെ നിൽക്കുന്ന ഗ്രാൻഡ് പേരൻസിന് നമ്മൾ കണ്ടിട്ടില്ലേ. എനിക്കിപ്പോൾ ശരിക്കും ഇവരുടെ ഒരു ഫീലിംഗ് കണ്ടപ്പോൾ അങ്ങനെ എങ്ങനെ സാധിക്കുന്നു എന്ന് വരെ തോന്നിപ്പോയിട്ടോ. അവർക്കെല്ലാവർക്കും ഒരു വിഷമം മുഖത്ത് കണ്ടപ്പോൾ അങ്ങനെയുള്ള കുറേ പേര് നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവത്തിനുണ്ടല്ലോ. എന്തോ ഒരു അത്ഭുതം എനിക്ക് തോന്നിയിട്ട് അവർ കണ്ടു കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവർ ആ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. ഉപ്പഴും ഉമ്മയുടെയും കൂടിയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇത് മൂവാറ്റുപുഴ എത്തുന്നതിന് മുമ്പ് പെഴക്കാപ്പള്ളിയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. എപ്പോൾ പോയാലും ഇവിടെ വണ്ടി നിർത്തൂട്ടോ. അപ്പോൾ അവർ വണ്ടി നിർത്തുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടോ. നല്ല രസമാണ്. ആനയൊക്കെ ദൂരം നിന്ന് നോക്കുമ്പോൾ ഒറിജിനലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തന്നെ തോന്നും കേട്ടോ. ഇങ്ങനെ ജിറാഫും എല്ലാം ഉണ്ട്. കുറേ പേരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ വന്നു. കുറേ നേരം കുട്ടിയെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നൊയമ്പായതുകൊണ്ട് തന്നെ പണികളുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ പണിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്കും കുറേ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ പിന്നെ നൊയമ്പിനുള്ള പരിപാടികളായി ഉമ്മച്ചി സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത്താഴത്തിനായിട്ടുള്ള ബീഫും ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ജ്യൂസും. ഇന്ന് കാര്യമായിട്ടുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ സമയവും കിട്ടിയില്ല, നമ്മൾ ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ജ്യൂസും ഉണ്ടാക്കി. പിന്നെ ഇതുപോലെ തണ്ണിമത്തങ്ങയും ഒന്ന് മുറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ കട്ട്ലറ്റൊക്കെ വാങ്ങിക്കാട്ടോ ചെയ്തത്. ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കട്ട്ലറ്റും സമൂസയും ഒക്കെ ആയിട്ട്. പിന്നെ കരിക്ക് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ. കരിക്കിൻ്റെ ഇത് ജ്യൂസ് നമ്മൾ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇന്ന് രാത്രി തന്നെ എനിക്ക് തിരിച്ചു പോകണം. നാളെ കുട്ടികൾക്ക് ലാസ്റ്റത്തെ എക്സാം ഉള്ളതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ശരിക്കും കുട്ടികൾക്ക് ഭയങ്കര വിഷമമാണ് കുട്ടിയുടെ അടുത്തിരുന്ന് കളിക്കാനും ഉള്ള സമയം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി വെക്കേഷൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ കേട്ടോ. അവർക്ക് ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ ഞങ്ങളിന്ന് ഫുഡ് മന്തി ഉണ്ടാക്കല്ല കേട്ടോ, വാങ്ങിക്കട്ടെ ചെയ്ത് മന്തി വാങ്ങിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ രാത്രി ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കുന്നതൊക്കെ ആയിട്ട് പെരുമ്പാവൂരൊക്കെ എത്തിയപ്പം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോരുന്ന സമയത്ത് സീമാസിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഒട്ടകത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ കുട്ടികൾ ഇറങ്ങി വന്നെടുത്തതാണ്. ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക്